ഈ രാജ്യത്ത് എന്തിനാണ് സുപ്രീം കോടതി? വാദിയുടെയും പ്രതിയുടെയും വാദം കേട്ട് ഉത്തരവിടാൻ മാത്രമുള്ളതല്ല. ഇവിടെ നടക്കുന്ന അഹമ്മദിക്ക് പൂട്ടിടാനും ഞങ്ങളെ കൊണ്ടാകുമെന്ന് തെളിയിക്കുന്ന നിർണായക ഉത്തരവുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ചത്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം വരെ ചോദ്യം ചെയ്യപ്പെട്ടു. തങ്ങൾക്കെതിരെ തിരിയുന്നവനെ നാക്കരിയുന്ന BJP സുപ്രീം കോടതിക്കെതിരെയും തിരിയാൻ ഈ ഉത്തരവുകൾ കാരണമായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പൊതുമധ്യത്തിൽ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചതിൽ വരെ കാര്യങ്ങൾ എത്തി. BJP നേതാക്കളുടെ ശക്തമായ വിമർശനങ്ങളാണ് ഈ ദിവസങ്ങളിലായി സുപ്രീം കോടതിക്ക് നേരെ എത്തിയത്. അവരുടെ അധികാര കൈക്കുമേൽ കൂച്ചുവിലം കിടന്ന സുപ്രീം കോടതിയെ വരെ വിമർശിക്കാൻ നാവ് പൊന്തിക്കാൻ അവർക്കാകുമെങ്കിൽ ഒരുപക്ഷെ അതിനെ തലകുനിച്ച് സുപ്രീം കോടതി അനുസരിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട ഈ രാജ്യം പോകുന്നത് ഏകാധിപത്യ ഭരണത്തിലേക്ക് തന്നെ. സുപ്രീം കോടതിക്കെതിരായ വിമർശനങ്ങളുമായി എത്തിയ മറ്റൊരു MP വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സുപ്രീം കോടതി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാം എന്ന വിമർശനവുമായി എത്തുന്നത് BJP MP നിഷികാന്ത് ദുബെയാണ്. സാമൂഹ്യ മാധ്യമമായ തന്റെ X അക്കൗണ്ടിലൂടെയായിരുന്നു ദുബെ വിമർശനം ഉന്നയിച്ചത്. ഗവർണർ വഖഫ് വിഷയങ്ങളിൽ സുപ്രീം കോടതി അതിനിർണായക ഇടപെടലുകൾ നടത്തിയതിൽ BJPക്കുള്ളിൽ വലിയ അമർഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ കോടതി അനാവശ്യ ഇടപെടലുകൾ നടത്തുവാൻ പാടില്ല എന്ന തരത്തിൽ BJP നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അവരുടെ തുടർച്ചയാണ് ദുബൈയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി പുറപ്പെടുവിച്ച ജഡ്ജി ഭരണഘടന മറന്നുവെന്നും രാഷ്ട്രപതിയെ നയിക്കാൻ കോടതികൾക്കാകില്ല എന്നുമായിരുന്നു ധൻകർ പറഞ്ഞത്. ആർട്ടിക്കിൾ 142 ജനാധിപത്യത്തിനെതിരായ ആണവ മിസൈലായി എന്നും ധൻകർ വിമർശിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ വിധിപരിധി ലംഘിക്കുന്നതാണെന്നും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നുമാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞത്. 2 ജഡ്ജിമാരുള്ള ബെഞ്ചിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി നൽകാൻ സാധിക്കുക? ഭരണഘടനയിലെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ജഡ്ജിമാർ ഇരുന്ന് സമയപരിധി ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ പാർലമെന്റിന്റെ ആവശ്യമില്ലല്ലോ എന്നായിരുന്നു ഗവർണറുടെ വിമർശനം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ഈ രാജ്യത്ത് സുപ്രീം കോടതി വിലക്കി വാങ്ങാനായിരിക്കും ഇനി BJPയുടെ ശ്രമങ്ങൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തലപ്പത്ത് BJPക്കാരെ പ്രതിഷ്ഠിച്ച് അമ്മാനമാടുന്നത് പോലെ സുപ്രീം കോടതിയിൽ ഒരു അഴിച്ചുപണി നടത്താൻ നോക്കിയാലും സംശയിക്കേണ്ടതില്ല. ഇന്ത്യൻ ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഗവർണർമാരുടെ നടപടികൾക്ക് തടയിടുന്ന ചരിത്രപരമായ വിധിന്യായമാണ് ഏപ്രിൽ 18-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഭരണഘടനയുടെ അനുച്ഛേദം 200 അനുസരിച്ച് തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കുന്നതിലൂടെ കോർപ്പറേറ്റീവ് ഫെഡറലിസത്തിന് കോടതി പുതുജീവൻ നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വിധികളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെട്ടു.